ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധമാക്കുന്നത്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളും വിവേചന ശക്തിയില്ലാത്തവരാണോ? പുറമേ നിന്നു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കുവാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധമാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ നിന്നാണ് ശുദ്ധിയും പരസംഗവും, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭേദശക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. വിശുദ്ധ സുവിശേഷം ഇപ്രകാരം പറയുന്നു, പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് മനുഷ്യനെ അശുദ്ധമാക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറമേക്ക് വരുന്ന വാക്കുകളാണ്, അല്ലെ പ്രവർത്തികളാണ് അശുദ്ധമാക്കുന്നത്. നന്മ തിന്മകളെല്ലാം തിരിച്ചറിയുക, തെറ്റും ശരിയും നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ മറ്റുള്ളവരോട് പെരുമാറുക. ഈശോ പറയുന്നു, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നല്ലതാണ്, അതെല്ലാം ശുദ്ധതയുള്ളതുമാണ്. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് ദുഷ്ടചിന്ത, മോഷണം, വ്യഭിചാരം, അഹങ്കാരം, ദുഷ്ടത എന്നിവയെല്ലാം ദുഷ്ചിന്തകളാണ്. ഈ തിന്മകളാണ് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അതെല്ലാം മാറ്റി വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരും പഠിക്കുക. സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. നാം ഓരോരുത്തരും ഈ 50 നോമ്പിൻ്റെ കാലഘട്ടത്തിൽ വളരെയധികം വിശുദ്ധിയോടും കൂടി, ഭക്തിയോടും അനുസരണയോടും കൂടി, ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ഈശോ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുക. വിശുദ്ധ സുവിശേഷത്തിലൂടെ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമീൻ.